ഓക്കെ ഗായ്സ്, ഓക്കെ അപ്പം നമ്മുടെ ഷിൻജാനല്ലേ കേസ്, നമ്മുടെ ഷിൻജാൻ. നമ്മുടെ ഷിൻജാന് കണക്കെന്നല്ല കേസ്, രാവിലെ തന്നെ കേസ് നമ്മുടെ ഷിൻജാൻ്റെ ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ഏതാണ് ടോം ആൻഡ് ജെറിയുടെ വീട്ടിൽ കണക്കെ പോകണം എന്ന് പറഞ്ഞാൽ എന്തായാലും അവൻ എന്തായാലും പോയി കേസ്. പിന്നെ എന്തായാലും അതിനുശേഷം എന്തായാലും അവനെ കണ്ടിട്ടേ ഇല്ല കേസ്. അവൻ എന്തായാലും രാവിലെ 6 മണിക്ക് എന്തോ പോയതാണ് കേസ്, ഒരു ഫുഡോ ഒന്നും തന്നെ കഴിക്കാതെ. ഞാനാണെങ്കിൽ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയ സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ ഷിൻജാനെ കണക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും വിളിച്ചു. ഷിൻജാനെ വിളിച്ചപ്പോഴാണ് ഞാൻ ഫോൺ എടുക്കണില്ല, അവൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് കേസ് എന്നാലും പറയണമെന്ന് വെച്ചാൽ. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഇപ്പം ഏകദേശം വൈകിട്ട് 7 മണികളൊക്കെ ആവാറായിട്ടുണ്ട് കേസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, നല്ല മഴകളൊക്കെയാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ എന്തായാലും കേസ് നമ്മുടെ ടോം ആൻഡ് ജെറിയുടെ വീട്ടിലൊക്കെ പോയി എന്തോ ഒരു ആവശ്യത്തിന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടാണ് പോയി, പക്ഷേ ഇതിലോട്ട് അവൻ വന്നില്ല. ഞാനിവിടെ നമ്മുടെ ലംബോർഗിനി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും മഴ വന്നു. ഇനി കഴുകേണ്ട ആവശ്യമില്ല. താറും കൂടെ കിടപ്പുണ്ട്, താറും കൂടെ തന്നെ ആയിട്ടൊക്കെ നമുക്കെന്തായാലും ഇച്ചിരി സമയം കൂടെ എന്തായാലും വെയിറ്റ് ചെയ്യും. എവിടെ പോയി കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. നമ്മൾ എത്ര മണിക്കൂറായി കാത്തിരിക്കണം. എന്തെങ്കിലും പറ്റാത്തോ ഇനി അവനൊക്കെ, അതാരും ഇനി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയാൽ എന്താ എനിക്കെന്തായാലും അറിഞ്ഞൂടാ കേസ്. എന്തായാലും നമുക്കെന്തായാലും കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഇപ്പം എന്തായാലും കേസ് എന്തായാലും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് കുളിച്ചെന്തായാലും ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റി എന്തായാലും നിൽക്കാം കേട്ടാ. നമ്മുടെ ഷിൻജാനെങ്ങാനും വന്നാൽ നമുക്ക് എന്തായാലും വെളിയിച്ച് നോക്ക്. എൻ്റെ മോനെ ഇവിടെ ഇപ്പം രാത്രി ആയേക്കാണ്. എത്ര മണിയായി ഗൈസ്? നമ്മുടെ ഫോണുകളൊക്കെ നമ്മൾ നൈസായിട്ട് എടുത്തു നോക്കട്ടെ. ഇപ്പം ഏകദേശം 8 മണികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഷിൻജാൻ എവിടെ പോയെന്ന് എനിക്കറിയാം. രാവിലെ 6 മണിക്ക് അവൻ പോയതാണ്, എന്നിട്ട് അവനെ കാണാനില്ല. നമുക്കെന്തായാലും അവനെ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ എന്തായാലും ഷിൻജാനെ എന്തായാലും ഒന്ന് വിളിക്കട്ടെ. ഫോൺ എടുക്കണില്ല, എന്താണ് ഷിൻജാനാണെങ്കിൽ ഫോൺ എടുക്കണില്ല. ഒന്ന് എടുക്കടാ. എടുക്കണമില്ല ഗൈസ്. നമ്മുടെ ഷിൻജാൻ്റെ ഫോണുകളൊക്കെ എടുക്കണം കേട്ടോ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ടോം ആൻഡ് ജെറി എന്തായാലും ഒന്ന് വിളിച്ചെന്തായാലും നോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും അവരെ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. നമുക്ക് എന്തായാലും ടോമിനെ വിളിക്കാം. ഹലോ എടാ ടോമേ, ഞാൻ ഫ്രാങ്ക്ലിനാണേ. എന്ത് ഫ്രാങ്ക്ലിൻ ചേട്ടാ? എന്ത് ഷിൻജാനാണ് ഇന്ന് വരുമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇവിടെ വന്നില്ലല്ലോ. അവൻ അവിടെ വീട്ടിലുണ്ടാ? എന്നാൽ അവൻ്റെ കയ്യിലൊന്ന് ഫോൺ എടുക്കോ. ഷിൻജാൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? ഇല്ല, അവൻ മെനിയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരുമെന്ന് എന്തോ ഒരു ആവശ്യത്തിന്. അല്ല, രാവിലെ അവൻ നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാണ് സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയ, എന്നിട്ട് അവനെ ഇപ്പം കാണാനില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ സത്യം കേട്ടോ, അവനെന്തായാലും ഞങ്ങളുടെ വീട്ടിലൊന്നും വന്നിട്ടൊന്നും തന്നെ ഇല്ല. അവനാണെങ്കിൽ ഈ പരിസരത്ത് വരുമൊന്നും വന്നില്ല. അവൻ വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇതിലായിട്ട് വന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ എങ്ങോട്ടെങ്കിലും പോയി കാണും. അല്ലടാ ടോം ആൻഡ് ജെറി ഇത്രയും സമയം എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇനി ആരെങ്കിലും അവനെ കിഡ്നാപ്പ് ചെയ്താണോ? എനിക്ക് അങ്ങനെ സംശയം ഉണ്ടാ. നീ ഇപ്പോൾ ഞാൻ എന്തായാലും അവനെ എന്തായാലും ഒരിക്കൽ കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻജാൻ അവിടെ പോയില്ലെന്നാണ് ഗൈസ് ടോം ആൻഡ് ജെറി പറയണ. നമുക്കെന്തായാലും ഒരിക്കൽ കൂടെ വിളിക്കാം. ഗൈസ്, അവൻ ഫോൺ എടുക്കണമല്ലോ, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയണത്. നമുക്ക് എന്തായാലും താറെടുക്കാം. നമുക്ക് എന്തായാലും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നൈസർ ഓണാക്കാം. ഷിൻജാൻ എവിടെയാണെന്ന് ഗൈസ് നോക്കാം. നമുക്ക് ലംബോർഗിനികളൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും താറെടുത്തിട്ട് എവിടെ പോയി കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോയി. എൻ്റെ ചാവ വേണ്ടിയിട്ടാണ് ഇവളൊക്കെ നടക്കണ. പക്ഷെ എൻ്റെ നമ്മൾ വണ്ടി നല്ല സ്പീഡ് വരുന്ന സമയത്ത് ഒരിത് ഏതാണ് കോമൺ സെൻസും ഇല്ലാതെ വഴി ഒന്ന് കയറി തന്നെ ഗൈസ്. വണ്ടി അടിച്ച് അവളിപ്പോൾ ചാവുമായിരുന്നു ഗൈസ്. എവിടെ നോക്കിയാൽ നടക്കണം. ഒന്നാമത് നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഷിൻജാൻ കേസ്, നമ്മുടെ സ്വന്തം അനിയനാണ് കേസ് മിസ്സായത്. ഷിൻജാൻ ഇവിടെ പോയെന്നോ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ലെസ്റ്റർ താമസിക്കണ ഫ്ലാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും ലെസ്റ്ററിൻ്റെ കൂടെ പോയി ഇറങ്ങിയിട്ട് നമുക്ക് അവൻ്റെ നമ്പർ ഒന്ന് എന്തായാലും ട്രാക്ക് ചെയ്യാനായിട്ട് എന്തായാലും പറയാം ഗൈസ്. നമുക്കെന്തായാലും ലെസ്റ്ററിനോട് നമുക്ക് എന്തായാലും അവൻ്റെ നമ്പർ എന്തായാലും ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായാലും വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ഷിൻജാൻ്റെ ലൊക്കേഷനുകളും കിട്ടിയിട്ട് ഫോണ് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷിൻജാനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ്. എന്തിനാണ് ആരോടെ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ കാര്യമുണ്ട് കേസ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു കേസ്. നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കയറി പോകെ. ഈ വട്ടടിനേക്കാളും നല്ലത് എൻ്റെ ഇടയിൽ കൂടെ പോകണമാണ്. എൻ്റെ മുമ്പ് ഇതെന്താണ് ഉള്ള മരം എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് കയറ്റിയേക്കാണ്. നമ്മളങ്ങനെ ഇടയിൽ കൂടെ നമ്മളങ്ങനെ വളച്ചെടുത്തു. വണ്ടി ഒരേം ചെയ്ത് കുഴപ്പമില്ല. ഷിൻജാനെക്കാളും വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല കേസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. നമുക്കെന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇതെന്താണ് എൻ്റെ മോനെ, നമ്മളിത്
തന്നെത്താൻ ആളില്ലാതെ ഓടാണ്. എൻ്റെ അമ്മ നമ്മളാണെങ്കിൽ ഷിൻചാനെ പേടിച്ച് ഷിൻചാനെ മിസ്സായോണ്ടാണ് നമ്മൾ പേടിച്ച് അവളെന്തായാലും പോയ സമയത്ത് നമുക്ക് എന്തോ പെട്ടെന്ന് വന്നു കേസ്. അങ്ങനെ അവൾ വണ്ടി നടത്ത് ചാടിയതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ നല്ല രീതിക്ക് പേടിച്ചിരിക്കുകയാണ്. എന്തായാലും ഷിൻചാനെ കാണാനല്ലേ ഓക്കെ. വണ്ടിയുടെ കിടപ്പുണ്ട്. നമുക്കെന്തായാലും നേരെ നല്ല വണ്ടിയുടെ അടുത്ത് പോവാം. ഓക്കെ, നമ്മുടെ ഷിൻചാനെ ഞാൻ ഇതിലുണ്ടാവും കേസ്. എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, നമുക്കെന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാം. എടാ ഷിൻചാനെ ഒന്ന് പെട്ടെന്ന് പോടാ. ഷിൻചാനെ നീ എവിടെയാടാ? രാവിലെ തൊട്ടേ നിന്നെ കാണാനില്ല. എടാ ഷിൻചാനെ. ഗൈസ്, ഞാൻ ഇത്രയും വിളിച്ചിടുമല്ലോ, ആരെയും തന്നെ ഇവിടെ കാണാനായിട്ടില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ഫുള്ളായിട്ട് അരിച്ചു തുറക്കാം. ഇവിടെ ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നോക്കാം. എൻ്റെ മോനെ, അവിടെ നിന്ന് ട്രെയിൻ വരണം, അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ അങ്ങോട്ടെന്തായാലും പോയി നോക്കാം. ഓക്കെ ഗൈസ്, എന്നാലും നൈസായിട്ട് പണി പാളിയേക്കാണ് ഗൈസ്. നമ്മുടെ ഷിൻചാനെ കിഡ്നാപ്പ് തന്നെയാണ് ഗൈസ് ചെയ്തതെന്ന് പറഞ്ഞ ഗൈസ്. ഇവിടെ നമ്മുടെ ഷിൻചാൻ്റെ സൈക്കിളുകളൊക്കെ എന്തായാലും ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഈ ജുറാസിക് പാർക്കിൻ്റെ നമ്മുടെ ഈ ഒരു ഏതാണ് നെറ്റിൽ കണക്ക് എന്തായാലും നമ്മുടെ സൈക്കിള് കണക്കിടപ്പോഴും നമ്മുടെ ഷിൻചാൻ്റെ സൈക്കിള് കണക്ക്. ഇത് തന്നെയാണ് ഗൈസ് ഈ പച്ച സൈക്കിളൊക്കെ ഷിൻചാൻ്റെ തന്നെയാണ്. അത് മാത്രമല്ല അവൻ്റെ ഫോണും കൂടെ നമുക്ക് കിട്ടി. ഈ ഫോൺ എടുത്തപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ അവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞിരുന്നു കേസ്. ഓക്കെ, സൈക്കിൾ ഇവിടെ കൊണ്ട് അടിച്ചെറിഞ്ഞിട്ട് ഫോൺ എടുത്ത് ആ ട്രാക്കിൽ കിടന്നു കേസ്. ഓക്കെ, ട്രെയിൻ പറഞ്ഞതിന് പോയി ഫോൺ എടുത്തിട്ടുണ്ട്. ഇതാണ് ഷിൻചാൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ. അപ്പോൾ കേസ് അപ്പോൾ അവൻ്റെ ഇപ്പോൾ ഫോൺ ഇല്ലായിരുന്നു കേസ്. ഓക്കെ, അപ്പോൾ അവനെ കിഡ്നാപ്പ് നമുക്ക് ചെയ്തത് തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ താറെടുക്കുക. വണ്ടിക്കൊന്നും പറ്റിയില്ല കേസ്, വലിയ കാര്യമായിട്ട്. ഓക്കെ, ഷിൻചാനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പേടിച്ച് വണ്ടി നിറക്കി ചാടിയാണ്. എൻ്റെ മോനെ, ഗ്ലാസ് കൂടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ താറിൻ്റെ. കുഴപ്പമില്ല, നമുക്കിതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ശരിയാക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഷിൻചാനെ കണ്ടുപിടിക്കണം കേസ്. ഓക്കെ, ഷിൻചാനെക്കാളും വലുതായിട്ട് എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല കേസ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഷിൻചാനെ കണ്ടുപിടിക്കാം. എൻ്റെ മോനെ, വണ്ടി മൊത്തത്തിൽ പൊളിഞ്ഞു കേസ്. ഓക്കെ, ഗ്ലാസും പൊട്ടി, ഫ്രണ്ട് പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്നാലും വണ്ടി പിന്നെ എപ്പോഴും ശരിയാക്കാം. നമുക്ക് ഈ ജുറാസിക് പാർക്കിൽ കയറാൻ കേസ്. മിക്കവാറും അവൻ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. ഫോണും സൈക്കിളും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവനെയും കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറിക്കാണ്. ഓക്കെ, അല്ലാതെ ഇവിടെ പോകാനാണ് കേസ്. ഓക്കെ, ജുറാസിക് പാർക്ക് മൊത്തം ഒന്ന് അഴിച്ച് പറക്കാൻ കേസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡൈനോസർ മാത്രമേ ഉള്ളൂ കേസ്. അല്ലാതെ എന്തരേ നമുക്ക് മൊത്തത്തിൽ നോക്കാം. വല്ല ഡൈനോസറെല്ലാം എടുത്ത് ചാടി തന്നാൽ എൻ്റെ കാര്യം തീർന്നു കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്താണ്? ഇരുമയാ? ഷേടാ, ഇതെന്താണ്? ജുറാസിക് പാർക്കിനകത്ത് ഇരുമയാ? ഡാൻസറൊന്നുമില്ലേ? ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നണ്. എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, ഈ ഏരിയയിൽ ഒന്നും തന്നെ ഇല്ല കേട്ടാ. നമുക്കെന്തായാലും ഇല്ല, നൈസായിട്ട് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഏതാണ് ജുറാസിക് പാർക്കിൻ്റെ അത് ഫുള്ളായിട്ട് നോക്കി നോക്കാം. മിക്കവാറും ഇതിൻ്റെ അകത്ത് അവൻ കാണും കേസ്. അല്ലാതെ അവൻ എവിടെ പോകാനാണ്? മിക്കവാറും അങ്ങോട്ട് കാണാൻ. എൻ്റെ മോനെ, പണിപ്പാളി. വണ്ടി എങ്ങനെ ഈ സമയത്ത് മറിഞ്ഞാൽ നമ്മളെ കാര്യം തീർന്ന്. ജുറാസിക് പാർക്കിൽ വരാൻ ചാൻസ് ഉള്ളു, അല്ലാതെ ഒരിടം ഇല്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കി നോക്കാം. നമുക്കെന്തായാലും ഈ ഏരിയയിലൊക്കെ ഫുള്ള് അരിച്ച് പറക്കാം കേസ്. ഓക്കെ, ജുറാസിക് പാർക്കിൽ തന്നെ ഉണ്ട് കേസ്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഫുള്ള് അരിച്ച് പറക്കാം. എൻ്റെ മൊത്തം മരമാണ്. എൻ്റെ മോനെ, ഡോർ പോയേക്കാണ് വണ്ടിയുടെ. കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് പാടായിരിക്കും, കാരണം വെച്ചാൽ ഡോറുള്ള. ഇപ്പോൾ ഇതെന്താണ് ഈ ഫ്രാങ്ക്ലിൻ എന്താണ് ഈ കാണിക്കണ? വണ്ടി ഇറക്കി ചാടാണ് ഇടയ്ക്കിടയ്ക്ക്. എൻ്റെ ഫ്രാങ്ക്ലിൻ സത്യം പറഞ്ഞാൽ ശരിക്കും പ്രാന്തായെന്ന് തോന്നുന്നു കേസ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഷിൻചാനെ ഇങ്ങനെ മിസ്സിങ് ആവണ കേസ്. ഓക്കെ, എവിടെ പോയെന്നൊരു ഐഡിയ തന്നെ അല്ലേ. ഇതൊക്കെ ഫ്രാങ്ക്ലിൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇതെന്താണ് പ്രാന്തായവന്? ആ ഷിൻചാനെ കണ്ടുപിടിക്കാതല്ലാതെ വണ്ടി ഇറക്കി ചാടണം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഷിൻചാനെ കണ്ടുപിടിച്ച് പറ്റും, അല്ല ശരിയാവത്തില്ല. പണിപാളി. അയ്യോ ഡൈനോസർ, അയ്യോ ചത്തടാ, ചത്ത്. എടാ ഫ്രാങ്ക്ലിനെ വണ്ടി എടുത്തടാ. നീ എന്തൊരു പ്രാന്താടവന്? എൻ്റെ ഇവന് ചാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. കിഴങ്ങ് നമുക്കെന്തായാലും ഈ വണ്ടി കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവാൻ. ഷിൻചാൻ എനിക്ക് ഇവിടെ തോന്നല്ല ഇവിടെ ഉണ്ടാന്ന്. നമുക്ക് മൊത്തത്തിൽ അരിച്ച് പറക്കാം. പക്ഷെ എൻ്റെ ഡാൻസർ ഇപ്പോൾ നമ്മളെ കൊല്ലുമായിരുന്നു കേസ്, കടിച്ചോക്കെ. നമുക്കെന്തായാലും വേറെ എങ്ങോട്ടെങ്കിലും പോകാം. നമുക്കത് ഒട്ടും തന്നെ വയ്യ കേട്ടോ. നമ്മുടെ ഡൈനോസർ നമ്മളെ കടിച്ചോട്ടെ. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ജുറാസിക് പാർക്ക് ആയിരിക്കില്ല. ഈ സാധനങ്ങളൊക്കെ ഇവിടെ വലിച്ചിറങ്ങിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കാണും. ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഒന്നുമില്ല കേട്ടോ. നമുക്കെന്തായാലും
നേരെ എന്നാലും നമുക്ക് തന്നെ വെളിയിലല്ലോ ഇറങ്ങാം ഗൈസ്, അതായിരിക്കും നല്ലതെന്ന് പറയണം. ഓക്കെ ഓക്കെ ഗൈസ്, നൈസായിട്ട് പണി പാളിയേക്കാണ് ഗൈസ്. നമുക്കിതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള വഴി കിടക്കുന്ന ഞാൻ മറന്നുപോയി ഗൈസ്. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഫ്രാങ്ക്ലി ശരിക്കും പെട്ടോടെ. എൻ്റെ ഇതെന്തോണ് ആനയാ? ജൂറാസിക് പാർക്കിൻ്റെ ആനയാ? പക്ഷെ എൻ്റെ പൊന്നെ എന്തോ അവസ്ഥയാണല്ലോ ഇത്. ഒരു ഡൈനോസർ നേരത്തെ അടിച്ചതേ ഉള്ളൂ, നമ്മളെ കടിച്ചൊരു പരിവാക്കിയതേ ഉള്ളൂ. നമുക്ക് ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് നോക്കി നോക്കാം. പക്ഷെ എൻ്റെ പൊന്നെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ കേസ് ഷിൻചാൻ എവിടെയാണ് കൊണ്ടുപോയെന്ന്. പക്ഷെ എൻ്റെ പൊന്നെ ഇതെന്താണല്ലേ. നമുക്കെന്നാലും കേസ് ഈ ഒരു ജുറാസിക് പാർക്കിൻ്റെ വെളിയിൽ ഇറങ്ങാം കേസ്, അല്ലാതെ ശരിയാവത്തില്ല. വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും കേസ്, എനിക്ക് അറിയണം. നമുക്കെന്നാലും ഈ വണ്ടി കൊണ്ട് കത്തിച്ച് നേരെ എന്തായാലും ഈ പരിസരത്തൊക്കെ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻചാൻ്റെ ഫോണോ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഷിൻചാൻ്റെ സൈക്കിളും എല്ലാം എടുത്ത് നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് താറുകളൊക്കെ എടുത്ത് വെച്ചേട്ടെ. എന്നാലും നമ്മുടെ ഷിൻചാൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഈ ജുറാസിക് പാർക്കിൽ തന്നെ ഉണ്ട്, എന്നാലും എവിടെ ആയിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും നമുക്കെന്നാലും ദൂരെ നോക്കി നോക്കാം, എന്തെങ്കിലും വീടോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ സംശയിക്കും ഇതിൻ്റെ അകത്ത് ഷിൻചാൻ ഉണ്ടെന്ന്. ഓക്കെ, നമുക്കെന്തായാലും ദൂരെ നോക്കി നോക്കട്ടോ ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാന്ന്. പക്ഷെ എനിക്ക് വലിയ അതെന്താണ് ഗൈസ്, നമ്മളിപ്പോൾ എന്തോ കണ്ട് ഗൈസ് അവിടെ. അതെന്താണ്? എന്തോ വീട് പോലത്തെ എന്തോ സാധനം. സ്നൈപ്പർ വെച്ച് നോക്കി നോക്കാം എവിടെയായിട്ടാണ് സാധനം. ഷിപ്പ് നമ്മൾ കണ്ടതേ ഉള്ളൂ. നമുക്ക് ഒരിക്കൽ കൂടെ നോക്കി നോക്കാം. നമ്മളിപ്പോൾ എന്താ വീട് പോലത്തെ ഒരു സാധനം കണ്ട്. ഇതെന്താണ് ഗൈസ്? നമ്മുടെ ഗൈസ് നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ അതൊരു വീട് കൊണ്ട്. ആരെ വീടാണെന്ന് എനിക്കറിയണം. നമ്മളപ്പോൾ നോക്കിയ സമയത്ത് ഒരു വീടും കണ്ടില്ല. എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു എന്തോ ടെലിപ്പോർട്ടാണ്, വീട് പോലാണെന്ന് തോന്നുന്നു. മിക്കവാറും ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ഷിൻചാനുള്ള ഏതോ ഒരു ഗോസ്റ്റ് പോലത്തെ സാധനം നമ്മുടെ ഷിൻചാനെ തട്ടിക്കൊണ്ട് പോയെന്ന് വെച്ചാൽ. ഓക്കെ, അത് ഉറപ്പാണ്. സാധാരണ ഒരു മനുഷ്യനല്ല. നമ്മൾ മൊത്തം അരിച്ചു പറക്കിയിട്ട് ഇങ്ങനൊരു വീട് ഞാൻ ഇപ്പോഴാണ് ഗൈസ് കാണുന്നതെന്ന് വെച്ചാൽ. ശംഭോ, ഇതെന്താണ് ഗൈസ്? ഇത് ഏത് വീടാണെന്ന് എനിക്കറിയണ്ട. ലൈറ്റ് ഓണാക്കി വണ്ടിയൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ആരെങ്കിലും ഒന്ന് എന്നെ പിടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഫ്രണ്ട് ഏരിയയിൽ ഇപ്പോൾ ഡൈനോസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഇതാരെ വീടാണ് ഗൈസ്? എനിക്കറിയാൻ പാടില്ല. എൻ്റെ പൊന്നെ ഗൈസ്, ഈ വീട്ടിൽ എങ്ങനെയാണ് കയറണേന്ന് പോലും എനിക്ക് അറിയത്തില്ല മക്കളെ. വീടിൻ്റെ എൻട്രി ഇതായിരിക്കണം. നമുക്ക് ഈ വീട്ടിൽ നൈസായിട്ട് കയറാം ഗൈസ്. നമുക്ക് നമ്മുടെ താറ് നമുക്ക് തിരിച്ചിടാം ഗൈസ്. നമുക്ക് എടുത്തുകൊണ്ട് പോണ രീതിയിൽ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ വണ്ടികളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് ആരെ വീടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, നമ്മുടെ ഗ്രാനി ഇല്ലേ, ഗ്രാനി ഗെയിമിലുള്ള ഗ്രാനി ഇല്ലേ, ഗ്രാനീൻ്റെ വീട് പോലെയാണ്. പക്ഷേ ഗ്രാനി എന്നല്ല കേസ് നമ്മൾ ഷിൻചാനെ തട്ടിക്കൊണ്ടേ. ഗ്രാനിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ തരും കേസ്. ഇത് ആരാണ്? എൻ്റെ പൊന്നെ, എന്തൊക്കെയൂടെ നടക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ എന്തായാലും കയറിപ്പോവാം. ഗ്രാനിയുടെ വീട് ഇങ്ങനെയൊന്നല്ല കേസ്. ഇത് വേറെ ആരെയോ വീടാണ്. ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. ഗ്രാനിയുടെ വീട് മൊത്തം പെയിൻ്റെല്ലാം പോയി നശിച്ചാണ് ഇരിക്കണം. പക്ഷെ പുതിയ വീട് പോലെയാണ് ഇരിക്കണം, എന്നാലും പഴയ വീട് തന്നെയാണ്. കണ്ട ഗ്രാനിയുടെ വീട് അതേ സെയിം മോഡൽ തന്നെയാണ്. പക്ഷെ എൻ്റെ പൊന്നെ, ആരെ വീടാണെന്ന് തോന്നിയത് എനിക്കറിയാൻ പാടില്ല. വീട് കൊള്ളാം കേസ്, കാണാൻ വലിയ കുഴപ്പം തന്നെ ഇല്ല. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ഷിൻചാനെ രക്ഷിക്കണം കേസ്. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ആരോ ചിരിക്കണ സൗണ്ടൊക്കെ കേൾക്കണേ. എവിടെ നിന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആരോ ചിരിക്കണായിട്ട്. ഇത് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ പിയാനോ അങ്ങനെ എന്തൊക്കെ ഇരിപ്പുണ്ട്.
നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ എന്തായാലും നമ്മുടെ ഏതാണ് ഗ്രാനിയുടെ വീട്ടിലുള്ള പോലെ തന്നെയാണ് ഈ വീടും. പക്ഷെ എൻ്റെ പൊന്നെ, ഗ്രാനിയുടെ വീടൊന്നല്ല കേട്ടോ ഇത്. ഗ്രാനിയുടെ പെയിൻ്റൊക്കെ പോയ വീടാണ് ഇത്. കളറൊക്കെ ഉള്ള വീടാണ്. പക്ഷെ എൻ്റെ അപ്പോ ഇതെന്താണ്? നമ്മൾ തന്നെത്താൻ എങ്ങനെയാണ് ടെലിപ്പോർട്ട് ഇവിടെ വന്ന്? പക്ഷെ എനിക്കറിയാൻ പാടില്ല ഗൈസ് എന്തൊക്കെയാണെന്ന് ഇവിടെ നടക്കണത്. നമ്മൾ ആ മുറിയിൽ നിന്ന് നമ്മളെങ്ങനെ ഗൈസ് വെളിയിലിറന്ന്? ഗൈസ് ഈ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ വീട് ഫുള്ളൊന്ന് അരിച്ച് പറക്കാം ഗൈസ്. ഒക്കെ നമുക്ക് ഫസ്റ്റ് എന്തായാലും ആ മുകളിലത്തെ ഏരിയ നോക്കിയിട്ട് വരാം. ഷിൻചാനെ കാണാമല്ലോ ഗൈസ്, അതാണ് എനിക്ക് അറിഞ്ഞൂടാത്തതെന്ന് വെച്ചാൽ. ഷിൻചാൻ ഇവിടെ പോയതോ ഈ മുറി തപ്പി. നമുക്ക് ഇനി ഇവിടെയാണ് നോക്കാനുള്ള. ഇവിടെ ഡൈനിങ് ഏരിയ. ഓക്കെ, ഇത് ബാത്റൂമാണ്. ഗ്രാനിയുടെ വീട് പോലെ തന്നെ ഇരിക്കണ്. പക്ഷെ ഗ്രാനി അല്ല ഗൈസ്. ഓക്കെ, ഗ്രാനി ഒരിക്കലും നമ്മുടെ ഷിൻചാനെ എന്നെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അപ്പം തന്നെ ഗ്രാനിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയതാണ്. ഗ്രാനി അല്ല ഗൈസ്. ഓക്കെ, ഗ്രാനിയുടെ വീട് തന്നെയാണ് ഇതെന്ന് വെച്ചാൽ. ഗ്രാനിയുടെ വീടിന് ഇത്ര അടിപൊളിയാക്കി എടുത്തത് ഗ്രാനിയുടെ വീടല്ല. പക്ഷെ എനിക്കറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ പൊന്നെ കണ്ട് ഇവിടെ ഇഷ്ടംപോലെ റൂം. പക്ഷെ എൻ്റെ പൊന്നെ എന്തൊക്കെയാണ് എന്തല്ല നടക്കണത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് പോകാം. എൻ്റെ ഇവിടെ മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗ്രാനിയുടെ വീട് പോലെ. നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ മറ്റേ സ്ലെൻഡറിനയുടെ റൂമില്ല അതേപോലത്തെ ഒരു റൂം എന്തോ ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ നോക്കാം. ഇവിടെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. പക്ഷെ ഇത് ഗ്രാനിയുടെ റൂമല്ല. ഗ്രാനിയുടെ റൂമിലാണെങ്കിൽ അയ്യോ ഞാൻ വീണേ. അയ്യോ വീഴല്ലേ പ്ലീസ്, വീഴല്. അമ്മച്ചി വീണ്, അടിപൊളി, നല്ല കാര്യം. ഓക്കെ, അവിടെ സ്ലെൻഡറിയുടെ റൂമിൽ കാണാൻ വല്ല ചാൻസ് ഇല്ലെന്നാണ്. ഓക്കെ, സ്ലെൻഡറിയുടെ റൂമല്ല ഗൈസ്, ഇത് വേറെ ആരുടെ വീടാണ്. ഗ്രാനിയുടെ വീടൊന്നല്ല. എൻ്റെ മോൻ, ഇതെല്ലാം പക്ക ഗ്രാനിയുടെ വീട് പോലെ തന്നെയാണ്. ഗ്രാനിയുടെ വീട്ടിലുള്ള മറ്റേ സാധനം ഷെഡ് ഇവിടെ നിൽക്കണ സേഫ് അല്ല ഗൈസ്. ഷിൻചാൻ എനിക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കണം? അല്ലാതെ ശരിയാവത്തില്ല ഗൈസ്. ഓക്കെ, ഈ വീടിൻ്റെ ബാക്കിയുള്ള സ്ഥലം കണ്ട് ഇനി വീടിനൊരു ബേസ്മെൻറ്റും കൂടെ എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഈ വീടിനൊരു ബേസ്മെൻറ്റ് എന്തോന്നും ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, ഈ വീടിനൊരു ബേസ്മെൻറ്റ് കണക്കുണ്ട്. ഗ്രാനിയുടെ വീടിന് ബേസ്മെൻറ്റ് ഉണ്ട്. നമ്മളിതിപ്പോൾ എവിടെയാണെന്ന് എത്തണം ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മിക്കവാറും ആ സ്ലെൻഡറിൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും ഗൈസ് ഉള്ളതെന്ന് വെച്ചാൽ. കാരണം വെച്ചാൽ നമ്മൾ ആ ഏരിയ നോക്കിയില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്നാലും ആ ഏരിയ ഒന്ന് നോക്കിയിട്ട് എന്നാലും വരാം ഗൈസ്. ഓക്കെ, ഉറപ്പ് വരുത്തണമല്ലോ ഗൈസ്. ഷിൻചാൻ എവിടെയെങ്കിലും ഇവിടെ ഒന്നും ഉണ്ടാന്ന്. ഇവിടെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. പക്ക ഗ്രാനിയുടെ വീട് പോലെ തന്നെ. ഓക്കെ, സൂക്ഷിച്ച് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, ഒരു ധൃതിയില്ല. നമുക്ക് ഷിൻചാനെ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, നമുക്കെന്തായാലും പതുക്കെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, മെല്ലെ സൂക്ഷിച്ച് പോവാം. ഒറ്റ ചാട്ടം ചാടിക്കോ എൻ്റെ പൊന്നെ. ഇതെന്താണ് ഗൈസ്? ആ വീൽ ചെയറൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഇതെന്താണ്? എൻ്റെ പൊന്നെ, അതെന്താണ്? അയ്യോ അവിടെ ആരോ കണ്ടേ. എൻ്റെ മോനെ, ഇതാരാണ്? ഞാനാണ് ഈവിൾ സാന്റാക്ലോസ്. ഞാനാണ് ഈവിൾ സാന്റാക്ലോസ്. അല്ല, നിങ്ങളാരാണ്? ഞാനാണ് ഈവിൾ സാന്റാക്ലോസ്. അല്ല, എൻ്റെ ഷിൻചാൻ നിങ്ങൾക്കറിയാമോ? ഓ, ഷിൻചാൻ അല്ലേ? അവൻ നിൻ്റെ അനിയനാണല്ലേ? ആ, നിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാണ് ഞാനങ്ങനെ അവനെ കിഡ്നാപ്പ് ചെയ്ത്. നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ ഞാൻ നിന്റെ ഷിൻചാനെ തരത്തുള്ളൂ. ഈവിൾ സാന്റാക്ലോസ്, മര്യാദയ്ക്ക് എൻ്റെ ഷിൻചാനതാ. നിനക്ക് ഞാൻ ആരും ശരിക്കും അറിയടാ. നീ എന്നെ എന്തിയോടാ? ഗായ്സ്, ഏതോ ഒരു ഈവിൾ സാന്റാക്ലോസിനൊക്കെ നമ്മൾ ഷിൻചാൻ അടിച്ചവരുകൊണ്ട് ഇയാളെ എത്ര വെടിവെച്ചിട്ട് ഇയാളെ ചാവടല്ലോട്ട്. ഇയാൾക്ക് എന്തൊക്കെ സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്നാലും പോവാം ഗൈസ്. ഓക്കെ, അങ്ങനെ നിന്നെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. അയ്യോ ഗൈസ്, നമ്മൾ അടിച്ചിട്ട്. എൻ്റെ പൊന്നെ, എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കിടുന്നപ്പോ. എൻ്റെ മോനെ, നമ്മൾ പിന്നെ അടിച്ചിട്ട്. ഫ്രാങ്ക്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എൻ്റെ മോനെ,